ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തിൻ്റെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീച്ചു. ഞാനൊരു 5:30 ആകുമ്പോൾ എണീറ്റതാണ്. ഞാൻ പെട്ടെന്ന് പണികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എണീറ്റാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് ചായ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറിയും പൂരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മോൻ പൂരിയൊക്കെയാണെങ്കിൽ കഴിക്കും, ഏട്ടനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാല ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി സിമ്പിളായി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാനിതാ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പൂരിക്കുള്ള മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ അവരൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അവരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞിട്ട് ഞാൻ അത് ഒന്നിച്ചിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ രണ്ട് തരം അവരൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊന്നും കിട്ടില്ലായിരുന്നു, ഇപ്പം ഇങ്ങനെ കിട്ടി തുടങ്ങി. തണുപ്പായത് കാരണം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇത് വേനൽക്കാലത്തൊന്നും ഇങ്ങനെ അവരൊക്കെയൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പട്ടാണിക്കടല കണ്ടത്. ഇതിനെ ഇവിടെ മട്ടർ എന്നാണ് പറയുക. ഇത് ഞാൻ കിട്ടുന്ന സമയത്ത്, ഇത് എല്ലാ സീസണിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോസിൽ ഇടാൻ നോക്കാം. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തോലൊക്കെ ചെത്തി നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും അതുപോലെ ഒരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിരുന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ ഈ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ എടുത്ത് അതിനകത്തോട്ട് ഇടുക. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി അടുത്തത് പൂരി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് പൂരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉപ്പേരിക്കും കൂടെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പൂരിക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് തന്നെ പരത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. പിന്നെ പൂരിയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ പൂരി എനിക്ക് പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ രാവിലെ അധികം മോന് സ്കൂളിലേക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവന് അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അവന് സ്കൂളൊക്കെ ഉള്ളത് കാരണം ഞാൻ പൂരിയാക്കിയതാണ്. അപ്പോൾ ഇനി പൂരിയൊക്കെ ആയതിന് ശേഷം എനിക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒന്ന് കടുകൊക്കെ വറുത്തിട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഏട്ടനും ഓഫീസിൽ പോകുമ്പം ടിഫിൻ ബോക്സിലാക്കിയിട്ടാണ് കൊണ്ടുപോവുക, വീട്ടിൽ ഇരുന്ന് കഴിക്കാറില്ല. അപ്പോൾ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് ഏട്ടൻ അവിടെ പോയിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കൊക്കെ കടുക് വറുത്ത് ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിനും ഞാൻ വെള്ളം വെച്ച്, കാരണം സ്കൂളിൽ പോകുമ്പോഴേക്കും അത്യാവശ്യം പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് അത് തിളച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിലല്ല, മീൻസ് നമ്മുടെ ബസ് വരുന്ന അവിടെ പോയി നിന്നു. അപ്പോൾ മോന് നായ്ക്കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവനെ രാവിലെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് നടക്കാൻ പോകും. ഒരു അരമണിക്കൂറൊക്കെ നടക്കും. കാരണം എനിക്ക് നടന്നില്ലേ പിന്നെ അന്നത്തെ ദിവസം മൊത്തം സ്ട്രെസ്സായ പോലെയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് രാവിലത്തെ പണിയെല്ലാം ചെയ്ത് തീർക്കാൻ നോക്കുന്നത്. കാരണം രാവിലത്തെ പണിയെല്ലാം ചെയ്ത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ച് നേരം നോക്കാൻ പറ്റും. കാരണം അവൻ സ്കൂളിൽ നിന്ന് വരണമെങ്കിൽ 2 മണിയൊക്കെ ആവും. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ്റെ പുറകെയായി പോവും. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ പണികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.